ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഇൻഫോം ചെയ്യാനാണ്. ബൈക്ക് ജോലി സംബന്ധമായിട്ടൊക്കെ സ്ഥിരമായിട്ട് ഒരുപാട് ദൂരം ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റ് മാറേണ്ടി വരുന്ന അവസരത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ സ്ട്രിക്റ്റായിട്ട് നോക്കേണ്ടതുണ്ട്. നമ്മളൊരു ഡീലർഷിപ്പിൽ അല്ലെങ്കിൽ നന്നായിട്ട് പരിചയമുള്ള വർക്ക്ഷോപ്പിൽ, ചിലപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വർക്ക്ഷോപ്പിലാവാം, കൊടുത്തത് കൊണ്ട് മാത്രം അവരെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തു എന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇത് ആകസ്മികമായിട്ട് കഴിഞ്ഞ ഒരു 2 ആഴ്ച, ഒരു 10 ദിവസത്തിന് മുമ്പേ ഈ ബൈക്ക്, ഈ പറയുന്ന 2012 മോഡൽ യൂണിക്കോൺ, ഏകദേശം 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി, ചെയിൻ സ്പ്രോക്കറ്റ് മാറുക, അതുപോലെ പീരിയോഡിക്കൽ മെയിൻ്റനൻസ്, ഓയിൽ സർവീസ്, അങ്ങനെ കുറേ വർക്കിന് വേണ്ടിയിട്ട് സാധാരണ ഇതിൽ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ സമയമില്ലാത്തതിനാലും നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വർക്ക്ഷോപ്പിൽ, മീൻസ് ഡീലർഷിപ്പിൽ, ഓതറൈസ്ഡ് ഡീലർഷിപ്പിൽ വിശ്വാസത്തിൻ്റെ പേരിലും അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് വണ്ടിയെടുത്ത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുന്ന ഏകദേശം 1000 കിലോമീറ്റർ അതിനുശേഷം ഓടിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഈ ചെയിനിൽ ചില ഘട്ടത്തിലൊക്കെ വീഴുമ്പോഴത്തേക്ക് ചെയിനിനകത്ത് ചെയിൻ കവറിൽ തട്ടുന്ന ഒരു സൗണ്ട് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ആ സൗണ്ട് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്ന്, ചെയിൻ കവർ കറക്റ്റായിട്ട് പ്രോപ്പർ അലൈൻ ചെയ്ത് ഫിറ്റ് ചെയ്യാത്തതുകൊണ്ട് വരാം. അതല്ലെന്നുണ്ടെങ്കിൽ ചെയിൻ ഒരുപാട് ലൂസായിട്ടോ അങ്ങനെ എന്തെങ്കിലും, യൂണിക്കോൺ ചെയിൻ പെട്ടെന്ന് സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം അതിനുണ്ടും താനും. അങ്ങനെ ഇത്രയും ദിവസം ആയപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ഇന്നൊന്ന് രാവിലെ ചെയിൻ കവർ അഴിച്ച് നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ അഴിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് ഡീലർഷിപ്പുകാർ ചെയിൻ സ്പ്രോക്കറ്റ് മാറിയപ്പോൾ ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടെത്തിയത്. നമുക്കത് എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റ്. ഈ ചെയിൻ സ്പ്രോക്കറ്റിനകത്ത് ഒരു ചെയിൻ യോജിപ്പിച്ചിട്ട് ലോക്ക് ചെയ്യുന്ന ഒരു ലോക്കുണ്ട്, ഒരു പർട്ടിക്കുലർ ലോക്കുണ്ട്. അത് നമ്മൾ നോസ് പ്ലെയർ ഉപയോഗിച്ചിരുന്ന ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് ഓരോ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ കവറിനകത്തും ഈ ലോക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് ലോക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ ഓപ്പണൻ്റ് ഏത് ഡയറക്ഷനിലേക്ക് വരണം എന്ന് വ്യക്തമായി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, വീൽ ഇതാ കറങ്ങുന്നത് ഈ ഡയറക്ഷനിലാണ്. വീല് കറങ്ങുമ്പോൾ ഇതാണ് ആ പർട്ടിക്കുലർ ലോക്ക് എന്ന് പറയുന്നത്. ഈ ലോക്കിന് ഒരു എൻഡ് ഓപ്പണാണ്, ഈ കാണുന്ന എൻഡ് ഓപ്പണാണ്. അപ്പോൾ വീല് ഈ ഡയറക്ഷനിൽ കറങ്ങുമ്പോൾ ഇതിങ്ങനെ കറങ്ങി നേരെ ഫ്രണ്ടിലെത്തുമ്പോൾ, ആ ഫ്രണ്ടിലത്തെ ചെറിയ സ്പ്രോക്കറ്റിനകത്ത് എത്തുമ്പോൾ ഹൈ സ്പീഡ് ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഹൈ സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ലോക്കിൻ്റെ സ്ട്രെങ്ത് കുറച്ച് കുറയുന്ന സമയത്ത് ഈ ഓപ്പൺ സൈഡ് ഫ്രണ്ടിലേക്ക് വീല് കറങ്ങുന്നതിൻ്റെ അതേ ഡയറക്ഷനിൽ ഇട്ടിരുന്നാൽ ഇത് ചിലപ്പോൾ തനിയെ ഊരിപ്പോകാനും ഈ ചെയിൻ കണ്ണി വിട്ടിട്ട് ഫ്രണ്ട് സ്പ്രോക്കറ്റ് ജാമായിട്ട് ആൾ സീരിയസ് ആയിട്ടുള്ള അപകടത്തിൽപ്പെടാനും ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് ഓരോ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ പാക്കറ്റിലും അറിയാം. ഒരു ഡീലർഷിപ്പിൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഈ ഓപ്പൺ എൻഡ് എന്ന് പറയുന്നത് ഡയറക്ഷൻ, വീലിൻ്റെ കറങ്ങുന്ന ഡയറക്ഷനിലേക്ക് വരാൻ പാടില്ല. ഇതാണ്, ഈ ക്ലോസ്ഡ് എൻഡാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇത് സേഫ്റ്റിയുടെ കാര്യത്തിനകത്ത് വളരെ സ്ട്രിക്റ്റായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം ആക്ച്വലി അവർ തെറ്റിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് തിരിച്ച് ഡീലർഷിപ്പ്, എനിക്ക് വേണമെങ്കിൽ ഇത് മാറ്റി തിരിച്ചിടാം, പക്ഷേ ഡീലർഷിപ്പിൽ ചെന്ന് ഇത് ആര് ചെയ്തു എന്ന് അവരടുത്ത് ചോദിച്ച് മനസ്സിലാക്കി അവരെ ഇൻഫോം ചെയ്തിട്ട് ഞാൻ ചെയ്യും. കാര്യം വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളെല്ലാം വണ്ടികൾ അവിടെ പണിയാൻ ഏൽപ്പിക്കുന്നത്. ഇത് നമ്മുടെ സേഫ്റ്റിയെ ബാധിക്കുന്നൊരു കാര്യമാണ്. സോ അത് വെറുതെ അങ്ങ് തിരിച്ചിട്ട് സീരിയസ് ആയിട്ട് അവസാനിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ കവറിൻ്റെ കേസ്, അതിനിപ്പോൾ ഇത് പരിഹരിച്ചതിന് ശേഷം അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്ത് തിരിച്ച് ഫിക്സ് ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഓരോ തവണ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ചെയിൻ്റെ സ്ലാക്ക് കറക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു ചെയിൻ സ്പ്രോക്കറ്റ് മാറുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെയിൻ പെർഫെക്റ്റ് ആയിട്ട് അലൈൻഡ് ആയിരിക്കണം. ചെയിൻ പെർഫെക്റ്റ് അലൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിറകിലത്തെ സ്പ്രോക്കറ്റും ഫ്രണ്ടിലത്തെ സ്പ്രോക്കറ്റും ഒരേ ലൈനിലായിരിക്കണം കറക്റ്റായിട്ട് വരണത്. അങ്ങനെ കറക്റ്റായിട്ട് ഒരേ ലൈനിൽ ഇട്ടില്ല എങ്കിൽ സംഭവിക്കുന്നത് ഈ ചെയിൻ്റെ ലൈഫ് കുറയും. കുറച്ച് സ്ട്രെയിറ്റ് ലൈനിൽ നിൽക്കാതെ ഏതെങ്കിലും സ്പ്രോക്കറ്റ് ചിലപ്പോൾ ലെഫ്റ്റോ റൈറ്റോ മാറിയിരുന്നു കഴിഞ്ഞാൽ ഈ ചെയിനകത്തുള്ള റോളറുകൾക്ക് ആവശ്യത്തിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കാനും നമുക്കൊരു കംഫർട്ട് ഡ്രൈവ് കിട്ടാണ്ടിരിക്കാനും, അതിലുപരി ഈ ചെയിൻ്റെ ലൈഫ്, സപ്പോസ് ഒരു 30,000 കിലോമീറ്റർ പോകേണ്ട ചെയിൻ സ്പ്രോക്കറ്റ് ആണെങ്കിൽ 10,000 കിലോമീറ്റർ കൊണ്ട് ചെയിൻ തീർന്നു പോകാനും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് സ്ലാക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്, അലൈൻമെൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. ഈ വണ്ടി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അലൈൻമെൻറ്റ് നമുക്ക് തിരിച്ചറിയാൻ ഇവിടെ മാർക്കുകളുണ്ട്. ഇവിടെ ഇപ്പോൾ 1, 2, 3, 4, 5 മാർക്കുകൾ ഇവിടെ കാണാം. ഈ 5 മാർക്ക് വെച്ചിട്ടാണ് ഈ ചെയിൻ ഇവിടെ ഇപ്പോൾ ടൈറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഈ 5 ഇതുപോലെ തന്നെ ആയിരിക്കണം ഇപ്പുറത്തെ സൈഡിലും അലൈൻ ചെയ്യുമ്പോൾ വരേണ്ടത്. പക്ഷെ നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാം, ഒരു സൈഡിൽ 6ഉം മറ്റേ സൈഡിൽ 5ഉമാണ്. ഇത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഈ നട്ടുകളിലാണ് ചെയിൻ സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് അത് അളന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ അളന്ന് നോക്കുമ്പോൾ ഇതാണ് എൻ്റെ സ്കെയിൽ, ഇത്രയാണ് നിൽക്കുന്നത്.
ഇത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ചെയിൻ സ്ലാക്ക് അഡ്ജസ്റ്റർ ഈ സൈഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഏകദേശം 3 ത്രെഡിനോളം വ്യത്യാസമുണ്ട്. ഈ സൈഡിൽ കുറവാണ്. ഇത് നമുക്ക് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊള്ളിക്കേണ്ടതുണ്ട്. അതായത് പെർഫെക്റ്റായിട്ട് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രോപ്പറായ രീതിയിലല്ല. സോ ഇത് മാറ്റിയിട്ട് 1000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2 ആഴ്ച മുമ്പേ. ഇതാണ് നമ്മുടെ ബില്ല്. ഇതിനകത്ത് നമുക്ക് ഡേറ്റൊക്കെ കാണാം. മൊത്തം കൂടി 4348 രൂപയ്ക്ക് വർക്ക് ചെയ്ത വണ്ടിയാണ്. വർക്ക് ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 9/1 ജാനുവരി 9 വർക്ക് ചെയ്തതാണ്. ഇത്രയും പാർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്രയും സാധനങ്ങൾ മാറിയ ഒരു വണ്ടിയിലാണ്. ആ ഒരു വണ്ടിയിൽ ആ റൈഡറുടെ ലൈഫിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ലോക്ക് കറക്റ്റായിട്ട് ഇടാൻ അറിയാത്ത, ഒരു ചെയിൻ പെർഫെക്റ്റായിട്ട് അലൈൻ ചെയ്യാൻ അറിയാത്ത ഓതറൈസ്ഡ് വർക്ക്ഷോപ്പുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സോ പറഞ്ഞു വരുന്നത്, നമ്മളൊരു ഓതറൈസ്ഡ് വർക്ക്ഷോപ്പിൽ വണ്ടി ഏൽപ്പിച്ചു എന്നതുകൊണ്ട് മാത്രം കണ്ണുമടച്ച് കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുക. കാര്യങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട പെർഫെക്റ്റാണ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ ഉറപ്പിക്കുകയും വേണം. കാര്യം ഇത് അവർക്ക് സിമ്പിളായൊരു ലോക്ക് തിരിച്ചിടുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ തന്നെ ഇല്ലാതാക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇന്നിനിപ്പോൾ തിരിച്ച് ഡീലർഷിപ്പിൽ പോവുക, സർവീസ് ഇൻചാർജിനെ മീറ്റ് ചെയ്യുക. കാര്യങ്ങൾ നന്നായിട്ട് പരിചയമുള്ള ആളാണ്. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് വരുന്ന ഇത്തരം മിസ്റ്റേക്കുകൾ മറ്റൊരാൾക്ക് ഇനി ഉണ്ടാകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് തീരുമാനമാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ എസ്പെഷ്യലി നോക്കുക, ചെയിൻ സ്പ്രോക്കറ്റ് മാറുന്ന സമയത്തും ചെയിൻ്റെ സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്തും അലൈൻമെൻറ്റ്, അതുപോലെ ചെയിൻ്റെ ലോക്ക്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിരിക്കണം. അപ്പോൾ മറ്റൊരു ദിവസം നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് കിട്ടുമ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.